ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് വെറൈറ്റി കളക്ഷൻസ് നോക്കിയാലോ. ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കൂടാതെ ഗോൾഡ് പ്ലേറ്റഡിലുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ആരും മിസ് ചെയ്യല്ലേ. വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ്. 220 രൂപയ്ക്ക് വരുന്ന പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഓക്സിഡൈസിലുള്ള പാറ്റേൺ ആണ് ഈ ഒരു മോഡൽ കേട്ടോ. സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു മോഡലും കൂടിയാണ്. എന്നാൽ നമ്മളിതിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ജസ്റ്റ് 90 റുപ്പീസിനാണ് കേട്ടോ. ഷെയ്ഡ് വരുന്നത് പീകോക്ക് ഗ്രീൻ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഓക്സിഡൈസിലാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. നമുക്ക് ബ്ലാക്കിന്റെ കൂടെ അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡ്സിന്റെ കൂടെ അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ഡ്രസ്സസിന്റെ കൂടെ നമുക്ക് കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഓക്സിഡൈസ്ഡ് പാറ്റേൺ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സ്റ്റഡ് പോർഷനിൽ വരുന്നത് ഫ്ലോറൽ ഡിസൈൻ ആണ്. ഇതിപ്പോ കോൺട്രാസ്റ്റ് ആയിട്ട് മിഡിൽ പോർഷനിലും ഈ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ വെറൈറ്റി കളേഴ്സും അവൈലബിൾ ആണ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു ഷെയ്ഡ് മാത്രമല്ല കേട്ടോ, ഇതിന്റെ കൂടെ വേറെയും ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ ബ്ലാക്ക് ആണ്. നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡാണ് ബ്ലാക്ക്. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു റൂബി ഷെയ്ഡാണ് കേട്ടോ. ഒരു വൈൻ റെഡ് എന്നൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. പിന്നെ വരുന്നത് ഒരു പേർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. ഇത്രയും ഷെയ്ഡ്സ് ആണ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ വരുന്നത്. എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഓക്സിഡൈസിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് ഷെയ്ഡ്സിൻ്റെ കൂടെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഫുൾ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്ന ഈ ഒരു അടിപൊളി ഡിസൈൻ നോക്കിയാലോ. ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. റോസ് ഗോൾഡ് ആണ് കേട്ടോ ബേസ് ആയിട്ട് വന്നിരിക്കുന്നത്. നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ഇതിന്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 170 ആണ് കേട്ടോ. നമ്മുടെ കസ്റ്റമേഴ്സിന് ജസ്റ്റ് 90 റുപ്പീസിന് ഇതിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. റെയിൻബോ സ്റ്റോൺസ് ആണ് കേട്ടോ ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു തിളക്കമാണ് ഈ ഒരു കമ്മല്. ഒരുപാട് വലുപ്പമൊന്നും വരാതെ ഒരു മീഡിയം സൈസിലാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. ഫസ്റ്റ് വൺ ലാവൻഡർ ഷെയ്ഡാണ്. അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഡബിൾ ഷെയ്ഡാണ്. ബോർഡർ വന്നിരിക്കുന്നത് ഡാർക്ക് ഒനിയൻ ഷെയ്ഡാണ്. ഇതിന്റെ ഈ ഒരു ഇന്നർ പോർഷനിൽ വന്നിരിക്കുന്ന ഷെയ്ഡ് ഡാർക്ക് മജന്ത ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് റെയിൻബോ സ്റ്റോൺ വർക്കും വരുമ്പോൾ നല്ല കിഡിലൻ ഒരു പാറ്റേൺ ആണ്. ട്രൈ നോക്കിക്കോളൂ, ഇഷ്ടപ്പെടും കേട്ടോ. ഫുൾ സ്റ്റോൺ വർക്ക് ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയും ഈ ഒരു പാറ്റേണിന് വരും. നെക്സ്റ്റ് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. ഇതും ഒരു ഡബിൾ ഷെയ്ഡ് എഫക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ബോർഡർ കൊടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡാണ്. ഇതിന്റെ ഇന്നർ പോർഷനിൽ വന്നിരിക്കുന്നത് ഡീപ്പ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു റെയിൻബോ സ്റ്റോൺസും കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റും ഒരു ഡബിൾ ഷെയ്ഡാണ്. ടീൽ ബ്ലൂ ഷെയ്ഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. റെയിൻബോ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ എല്ലാം. ഇതും ഒരു ഡബിൾ ടോണിൽ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഡീപ്പ് ആയിട്ടുള്ള ഒരു പേർപ്പിൾ ഷെയ്ഡും അതിന്റെ കൂടെ തന്നെ ഒരു വൈൻ റെഡ് ഷെയ്ഡും ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ലൈറ്റും ഡാർക്കും ഷെയ്ഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ നോർമൽ ആയിട്ട് വരുന്ന എല്ലാത്തിനും കൂടെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന റോസ് ഗോൾഡിന്റെ പാറ്റേൺ ആണ്. ഇതിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്തിരിക്കുന്ന റെയിൻബോ സ്റ്റോൺസ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു തിളക്കമാണ് ഈ ഒരു കമ്മല്. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഫംഗ്ഷൻസിനൊക്കെ അട്ടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കളറാണ് കേട്ടോ. ഒരുപാട് വലുപ്പം ഇഷ്ടമില്ലാത്തവർക്ക് ഇതേപോലെ ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മൾ ഫംഗ്ഷൻ വെയർ ഇയറിംഗ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 280 ആണ്. നമ്മുടെ കസ്റ്റമേഴ്സിന് ജസ്റ്റ് 120 രൂപയ്ക്ക് ഇതിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഡബിൾ ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. താഴത്തെ പോർഷനിൽ വൈൻ റെഡ് ഷെയ്ഡിലാണ് ഈ ഒരു ബീഡ് വർക്ക് വരുന്നത്. ഇതിന്റെ ഈ ഒരു മിഡിൽ പോർഷനിൽ വന്നിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇനി അത് മാത്രമല്ല വൈറ്റ് സ്റ്റോൺസ് ആണ് കോൺട്രാസ്റ്റ് ആയിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ് കാണാനായിട്ട്. എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ. ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് ലൈൻഡപ്പ് ആണ്. ക്രിസ്മസ് സെലിബ്രേഷൻസിനും ന്യൂ ഇയർ സെലിബ്രേഷൻസിനൊക്കെ അട്ടിച്ചു പൊളിക്കാനായിട്ട് ഇതേപോലത്തെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ ഈ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സസിന്റെ കൂടെ ഇതേപോലത്തെ അടിപൊളി ഓർണമെന്റ്സും കൂടി വന്നു കഴിയുമ്പോഴാണ് അതൊരു ഫുൾഫിൽ ആയിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറ്റയർ ഒന്ന് സെറ്റ് ആവുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലത്തെ അടിപൊളി ഓർണമെന്റ്സ് നേരത്തെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കളേഴ്സിന് മാച്ചിങ് ആയിട്ട് ഇഷ്ടമുള്ള രീതിയിൽ, അതും ബഡ്ജറ്റ് റേഞ്ചിൽ, ഇപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കൂട്ടി നമ്മൾ ഇതേപോലത്തെ ഓർണമെന്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് ഷെയ്ഡാണ് ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ്. നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അതിന്റെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, എന്നാൽ ഒരു മീഡിയം സൈസിലുള്ള വലുപ്പമേ ഉള്ളൂ കേട്ടോ. ഇതിന് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള
യെല്ലോ ബീഡ്സ് ആണ്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് ഷെയ്ഡ്സിലാണ് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സസിന് മാച്ചിങ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റ് ആണ് കേട്ടോ. അതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പേസ്റ്റൽ പിങ്ക് ഷെയ്ഡാണ്. ഇതിലും ഒരു ഡ്യുവൽ ടോൺ എഫക്റ്റ് ആണ്. ലൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു ബീഡ് വർക്ക് വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് കുറച്ചൊന്ന് ഡാർക്ക് ഷെയ്ഡിലാണ് പേസ്റ്റൽ ഗ്രീൻ ആയിട്ട്. മിഡിൽ പോർഷനിൽ ഡാർക്ക് പേസ്റ്റൽ ഗ്രീനിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു വൈറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ ത്രൂ ഔട്ട് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡാണ്. നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം കാണാനായിട്ട്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ടെർക്കോയ്സ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ ചോദിച്ചു വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വൈറ്റ് ഡ്രസ്സിന്റെ കൂടെ ഇങ്ങനത്തെ ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ എടുത്ത് കാണിക്കും കേട്ടോ നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് ഓരോ ഷെയ്ഡ്സും. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ടീൽ ബ്ലൂ ഷെയ്ഡ്. നെക്സ്റ്റ് ഈ ഒരു ടെർക്കോയ്സ് ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പിങ്കും വൈൻ റെഡ് ഷെയ്ഡുമായിട്ടുള്ള കോമ്പിനേഷൻ ആണ്. നെക്സ്റ്റ് യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതും നല്ല ഭംഗിയെ കാണാനായിട്ട്. നെക്സ്റ്റ് ഒരു വൈറ്റ് ഷെയ്ഡാണ്. നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡാണ് വൈറ്റ്. അതിൻ്റെ കൂടെ നെക്സ്റ്റ് വരുന്നത് ലാവൻഡർ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് ചോദിച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ലാവൻഡർ ഷെയ്ഡ് ഇപ്പോൾ ഒരു കോമൺ ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സ് സാരി ആണെങ്കിലും ഇപ്പോൾ ചുരിദാർ അല്ലെങ്കിൽ കുർത്തിയൊക്കെ ആണെങ്കിലും ഇതേപോലത്തെ ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. ഷോപ്പിലാണെങ്കിലും ചോദിച്ചു വരുന്നവരുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഡബിൾ ഷെയ്ഡാണ്. പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ്. നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിൻ്റെ കോമ്പിനേഷൻ ആണ്. വൈറ്റ് സ്റ്റോൺസ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ട്രൈ നോക്കിക്കോളൂ. ജസ്റ്റ് 120 റുപ്പീസേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇൻട്രോയിൽ കാണിച്ച വള ഇതാണ് കേട്ടോ. മൾട്ടി കളറിലാണ് ഈ ഒരു വള വന്നിരിക്കുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഒരുപാട് നാൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ ഗോൾഡിലൊക്കെ വരുന്ന അതേ രീതിയിൽ വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ എമറാൾഡ് സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റൂബി സ്റ്റോണിന്റെ കോമ്പിനേഷൻ വരുന്നുണ്ട്. വൈറ്റ് സ്റ്റോൺസ് ആണ് കേട്ടോ ഇൻ ബിറ്റ്വീനിൽ കൊടുത്തിരിക്കുന്നത്. ത്രൂ ഔട്ട് ഈ ഒരു രീതിയിലാണ് ഈ ഒരു വള വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ശരിക്കും ഗോൾഡിൽ വരുന്ന അതേ രീതി തന്നെയാണ്. ഡയമണ്ട് ഫിനിഷ് പോലെ തന്നെയാണ് ഇത് വരുള്ളൂ. ഗോൾഡ് അല്ലെന്ന് ആരും പറയില്ല കേട്ടോ. ഇതിന്റെ ഒരു പീസിന്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് 380 രൂപയുള്ളൂ കേട്ടോ. ഇതിന്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 690 ആണ്. നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിലാണ് നമ്മൾ എപ്പോഴും കൊണ്ടുവരാറുള്ളത്. പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പ്ലാന്റിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. ആവശ്യമുള്ള കസ്റ്റമേഴ്സ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ. ഫംഗ്ഷൻസിനൊക്കെ തിളങ്ങാനായിട്ട് ഇതേപോലത്തെ രീതിയിലുള്ള ബാംഗിൾസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു അസറ്റ് പോലെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും. പിന്നീട് എപ്പോഴെങ്കിലും റീപ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ് കേട്ടോ. ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ എന്നാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നെക്സ്റ്റ് വൺ. ഇത് കണ്ടോ, വൈറ്റ് ആണ്, ഫുൾ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത്. ശരിക്കും ഡയമണ്ട് ഫിനിഷിൽ വന്നിരിക്കുന്ന അതേ രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയെ കാണാനായിട്ട്. ശരിക്കും ഗോൾഡ് ജ്വല്ലറിയിലൊക്കെ നമ്മൾ കാണാറില്ല, അതേ രീതിയിൽ വന്നിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഗോൾഡിൽ എങ്ങനെയാണ് വർക്ക് വരുന്നത് അതേ രീതിയിൽ അതിന്റെ റെപ്ലിക്കയായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് എത്തിയിട്ടേ ഉള്ളൂ. നല്ല കട്ടിയിൽ വന്നിരിക്കുന്ന ഒരു മാലയാണ് കേട്ടോ ഇതിന്റെ കൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ആകെ കൂടി നമുക്ക് ഡിസൈൻ എന്ന് പറയാനായിട്ട് ഈ ഒരു ലോക്കറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് സാരീസിന്റെ കൂടെയൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിനെ കാണാനായിട്ട്. ഇപ്പൊ വൈറ്റ് ആണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ ഷെയ്ഡ്സിന്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊരു 7 പിടി ലെങ്ത്തിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. ബാക്കിൽ ഇതാ ഇത്രയും എക്സ്ട്രാ വട്ടക്കണ്ണിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു മാലയുടെ പാറ്റേൺ വരും. 24 ക്യാരറ്റ് മൈക്രോ പ്ലേറ്റിംഗിൽ വന്നിരിക്കുന്ന ഗോൾഡ് പ്ലേറ്റഡിന്റെ മാലയാണ് കേട്ടോ. ഇതേപോലെയാണ് നമ്മുടെ കഴുത്തിൽ ഇടുമ്പോൾ അപ്പിയറൻസ് വരിക കേട്ടോ. നല്ല ഭംഗിയിൽ ഇതിങ്ങനെ കിടന്നോളും. ലോക്കറ്റ് മാത്രം ഇതേപോലെ ഡിസൈൻ വരുന്നുള്ളൂ. നമുക്ക് ഗോൾഡിലൊക്കെ പണ്ടൊക്കെ ഇതിന്റെ ഒരു പാറ്റേൺ അവൈലബിൾ ആയിരുന്നു. അതേ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗോടുകൂടി തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗോൾഡ് പ്ലേറ്റഡിന്റെ മാലയാണ്. അസറ്റ് പോലെ ഒരുപാട് നാൾ ഇതേ രീതി തന്നെ നമുക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. അതല്ല പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് റീപ്ലേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മാലയുടെ അപ്പിയറൻസ് വരിക കേട്ടോ. നമ്മൾ ആദ്യം കണ്ടത് ഈ ഒരു വൈറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് റൂബി ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ത്രൂ ഔട്ട് ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഗ്രീൻ ആണ്, നല്ല എമറാൾഡ് സ്റ്റോൺ
നിൽക്കുന്ന അതെ നമ്മുടെ ഗോൾഡിലൊക്കെ കണ്ടിട്ടുള്ള അതേ രീതിയിൽ വന്നിട്ടുള്ള പാറ്റേൺ ആണ്. നെക്സ്റ്റ് ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ. എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ്. അപ്പം ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതായിരിക്കും ഏറ്റവും കൺഫ്യൂസിങ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ഷെയ്ഡ്സ് സ്റ്റോക്ക് തീരുന്നേക്കാളും മുമ്പായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. 7 പിടി ലെങ്ത്തിലാണ് കേട്ടോ ഈ ഒരു മാല വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് 540 രൂപയുള്ളൂ കേട്ടോ. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അസറ്റ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതായത് കെയർ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാൾ, ഇപ്പോൾ ഇതൊക്കെ ഫംഗ്ഷൻ വെയർ അല്ലേ, അപ്പോൾ ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 വർഷം വരെയൊക്കെ ഇതേപോലെ തന്നെ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ് കേട്ടോ. ഇനിയും ഒരുപാട് കളക്ഷൻസ് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗിവ് എവേയുടെ കോൺടെസ്റ്റിൻ്റെ കാര്യം ആരും മറക്കല്ലേ. എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ബെസ്റ്റ് അഫോർഡബിൾ റേറ്റിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ.